ഈ വർഷത്തെ എൻ്റെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഞാൻ തന്നെ ഡിസൈൻ പറഞ്ഞു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഡ്രസ്സാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ക്രിസ്മസിന് വേണ്ടിയിട്ട് തയ്പ്പിച്ചതല്ല. കുറച്ച് നാൾ മുന്നേ ഞാൻ മിലനിലെ ഷോപ്പിങ്ങിന് പോയപ്പോഴേക്കും ഈ ഒരു ഫാബ്രിക് അവിടെ ഇരിക്കുന്നത് കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൊഡാൽ സിൽക്ക് ഫാബ്രിക് ആണ്. എനിക്ക് ഈ ഒരു കളറും മെറ്റീരിയലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈയിടെയായിട്ട് ബ്രൈറ്റ് കളേഴ്സിൽ നല്ല വലിയ പ്രിന്റ് വരുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സസ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ വേറൊരു കോട്ടൺ ഫാബ്രിക്കും കൂടി എടുത്തിരുന്നു കേട്ടോ. അത് ഞാൻ അടുത്തത് കാണിക്കാം. അപ്പൊ ഇനി ഡ്രസ്സിനെ പറ്റി പറയാം. ഇതൊരു എ ലൈൻ കുർത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുർത്തിയോ ഡ്രസ്സോ രണ്ടോ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ വീനക്ക് കൊടുത്തിട്ടുണ്ട്. ബെൽ സ്ലീവ് ആണ്. എൽബോന്റെ താഴെ നിൽക്കുന്ന രീതിയിലാണ് സ്ലീവിന്റെ ലെങ്ത്. ഡ്രസ്സിന്റെ മൊത്തത്തിലുള്ള ലെങ്ത് ആംഗിൾ ലെങ്ത്തിനെക്കാട്ടി കുറച്ച് പൊടിക്ക് മേലെ നിൽക്കുന്ന ലെങ്ത് ആണ്. അതേപോലെ തന്നെ യോക്ക് പോർഷനിൽ ഒരു ബോക്സ് ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ആണ്. അത്രേ ഉള്ളൂ. ഇതാണ് സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ഇതൊരു കാഷ്വൽ എവറിഡേ ടൈപ്പ് ഓഫ് കുർത്തിയാണ്. നെക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കർവ്ഡ് റൗണ്ട് നെക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സ്ലീവ്ലെസ് ആണ്. അതേപോലെ തന്നെ ലെങ്ത് നീ ലെങ്ത്തിനെക്കാട്ടി കുറച്ചും കൂടി താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ക്ലോസ്ഡ് റൗണ്ട് നെക്ക് ആണ്. ഇപ്പൊ ഞാൻ സ്റ്റൈൽ ചെയ്യുന്നത് എന്റെ കയ്യിലുള്ള ഈ ഒരു ഓഫ് വൈറ്റ് പാൻസ് വെച്ചിട്ടാണ്. ഇത് ഞാൻ H&M എന്ന് വാങ്ങിച്ചൊരു പാൻസ് ആണ് കേട്ടോ. സ്കിന്നി ആയിട്ടുള്ള ബ്ലൂ ഡെനിം ജീൻസിന്റെ ഒപ്പം സ്റ്റൈൽ ചെയ്താൽ നല്ലതായിരിക്കും തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് ഔട്ട്ഫിറ്റ്സിൽ ഏതാ കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് കമന്റ് ചെയ്യണേ. അപ്പൊ ഗൈസ് അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.